പല ആളുകളും എസ്പെഷ്യലി OCD എന്ന് പറയുന്ന പ്രശ്നമുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാലേ കാണാൻ പറ്റും. അവർക്ക് അവരെ പറ്റി ചില സംശയങ്ങളുണ്ടായിരിക്കും. അവരുടെ പ്രവൃത്തികളെ പറ്റി അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അവർ കൃത്യമായിട്ടൊരു കാര്യം ചെയ്തോ എന്നുള്ളത് പലതവണ ചെക്ക് ചെയ്യുക പോലുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. OCD ഉള്ള പല ആളുകളും അവരുടെ ഒരു എക്സാമ്പിളായിട്ട് പറയാമെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ഫ്രണ്ട് മറ്റൊരു ഒരാളെ ചീറ്റ് ചെയ്തതിനെ പറ്റി ഒരു സംഭവം പറഞ്ഞു. അപ്പോൾ അത് കേൾക്കുകയുണ്ടായി. അപ്പം തൊട്ട് ആൻസൈറ്റി ഉള്ള ഒരാളുടെ മനസ്സിലേക്ക് ചിന്ത വരികയാണ്, ഞാനും ഇനി ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമോ, ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കുമോ എന്നുള്ള രീതിയിൽ സംശയം വരികയാണെന്ന് വിചാരിക്കുക. നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ കാണുന്നതാണ്, ഇങ്ങനെ OCDയുടെ ഭാഗമായിട്ട് ഇങ്ങനെ സംശയമുള്ള ആളുകളിൽ അവർ പേഴ്സണലി ഏറ്റവും നന്നായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ഒരു രീതിയിലും അവർ പ്രശ്നങ്ങളില്ലാത്തവരും ആയിരിക്കും. പക്ഷെ എന്നിട്ട് പോലും അവരെ അറിയാതെ അങ്ങ് സംശയിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം കുറച്ച് ലോജിക്കലി തിങ്ക് ചെയ്യാനായിട്ട് നമുക്ക് അവരെ സഹായിക്കാം. നിങ്ങൾ ഈ പറയുന്ന ഈ ചീറ്റിംഗ് ടെൻഡൻസി ഉള്ള അയാൾ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കാം. അയാൾ ആരോടും ആത്മാർത്ഥം ഇല്ലാത്ത ആളായിരിക്കും, ഒരുപാട് നുണകൾ പറയുന്നുണ്ടായിരിക്കും, മുൻപ് തന്നെ ഒത്തിരി പേരെ ചീറ്റ് ചെയ്തതിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു ലിസ്റ്റിൽ പറയുന്ന ഒരു കാര്യങ്ങളുമായിട്ട് പോലും ഈ വ്യക്തി, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ വ്യക്തിക്ക് യാതൊരു വിധത്തിലും അയാളുടെ ജീവിതമായിട്ട് ബന്ധം ഉണ്ടാവില്ല. അയാൾ ഇന്ന് വരെ ഒരാളെ ചീറ്റ് ചെയ്യാനോ വലിയ നുണ പറയാനോ ഒന്നും തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് തമ്മിൽ ഉള്ള ഡിസ്ക്രിപ്പൻസി എന്താണ്, അവരെ പറ്റി വിചാരിക്കുന്നതും റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അവരെ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ കുറച്ച് ലോജിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് അവർക്ക് സാധിക്കും. നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അവർക്ക് കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ, അവരെ പറ്റി തന്നെ അവർ സംശയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് അവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കാം.